നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK ടാക്സ് സംവിധാനത്തിൽ പുതിയ മാറ്റം ഏപ്രിൽ 6 മുതൽ UKയിലെ നികുതിദായകരിൽ പ്രത്യേകിച്ച് ഭൂവുടമകൾ, ഒറ്റ ഉടമസ്ഥർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്നിവർക്ക് പ്രധാന മാറ്റങ്ങൾ വരുന്നു. 50,000 പൗണ്ടിൽ കൂടുതൽ വരുമാനമുള്ളവർ മേക്കിംഗ് ടാക്സ് ഡിജിറ്റൽ നിയമങ്ങൾ പാലിക്കണം. ഇത് 1997 ശേഷമുള്ള ഏറ്റവും വലിയ നികുതി പരിഷ്കാരമാണ്. ഈ മാറ്റങ്ങൾ പ്രകാരം നികുതിദായകർ ഡിജിറ്റൽ രേഖകൾ സൂക്ഷിക്കുകയും MTD അംഗീകൃത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓരോ 3 മാസത്തിലൊരിക്കൽ നികുതി വിവരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടി വരും. അടുത്ത സാമ്പത്തിക വർഷം 2024-25 50,000 പൗണ്ടിൽ കൂടുതൽ വരുമാനമുള്ളവർ ഏപ്രിൽ 6 മുതൽ MTD നിയമങ്ങൾ പാലിച്ചു തുടങ്ങണം. 2027 ആകുമ്പോഴേക്കും 30,000 പൗണ്ട്, 2028 ആകുമ്പോഴേക്കും 20,000 പൗണ്ട് എന്നിങ്ങനെ വരുമാന പരിധി കുറയും. ഈ മാറ്റങ്ങൾ നികുതി സംവിധാനത്തെ കൂടുതൽ ഡിജിറ്റലാക്കാനും യഥാർത്ഥ സമയത്തുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനും സഹായിക്കും. അസെറ്റ്സ് എന്ന അക്കൗണ്ടിംഗ് സ്ഥാപനം ഈ മാറ്റങ്ങൾക്ക് തയ്യാറെടുക്കാനും അംഗീകൃത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാനും ഉപദേശിക്കുന്നു. UKയിൽ അഭയം നിഷേധിക്കപ്പെട്ടവർക്ക് മടങ്ങാൻ 42 ലക്ഷം രൂപ വരെ ധനസഹായം. പുതിയ പദ്ധതിയുമായി ലേബർ സർക്കാർ. UKയിൽ അഭയാപേക്ഷ നിഷേധിക്കപ്പെട്ട കുടുംബങ്ങളെ തിരികെ അയക്കുന്നതിനായി ലേബർ സർക്കാർ പുതിയ ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ചു. But it is essential that the privilege of living in this country forever is earned and not automatic. We are currently reviewing the responses to our consultation on the new rules around settlement. But let me be clear about the principles that we put into that consultation. First, the qualifying period for settlement should move as a norm from 5 years to 10. Secondly, there will be certain conditions that must be met in order to qualify. A clean criminal record, no debt to the taxpayer, a history of being in work and paying taxes, and higher standards of English language. സ്വന്തം രാജ്യങ്ങളിലേക്ക് സന്നദ്ധരായി മടങ്ങിപ്പോകുന്ന കുടുംബങ്ങൾക്ക് 40,000 പൗണ്ട് വരെ ധനസഹായം നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ നൽകി വരുന്ന 3,000 പൗണ്ട് എന്ന സഹായധനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിലൂടെ അഭയാർത്ഥി താമസത്തിനായുള്ള ചെലവ് കുറയ്ക്കാനും നികുതിദായകരുടെ പണം ലാഭിക്കാനും കഴിയുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ഒരു അഭയാർത്ഥി കുടുംബത്തെ UKയിൽ താമസിപ്പിക്കാൻ വർഷം തോറും 1.5 ലക്ഷം പൗണ്ടിലധികം ചിലവ് വരുന്നുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഡെൻമാർക്കിൽ വിജയകരമായി നടപ്പിലാക്കിയ മാതൃകയാണ് UK പിന്തുടരുന്നത്. നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്നവരെ തടയുക, മനുഷ്യക്കടത്ത് തടയുക എന്നിവയും ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ കൺസർവേറ്റീവ് പാർട്ടിയും റിഫോം UKയും രംഗത്തെത്തിയിട്ടുണ്ട്. അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർക്ക് ഇത്രയും വലിയ തുക നൽകുന്നത് നികുതിദായകരോടുള്ള വെല്ലുവിളിയാണെന്ന് അവർ ആരോപിക്കുന്നു. അഭയാർത്ഥി ക്ഷേമ സംഘടനകളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. UK സർക്കാർ നിയോഗിച്ച പ്രത്യേക വിമാനം മിഡിൽ ഈസ്റ്റിൽ നിന്ന് തിരിച്ചെത്തി. UK സർക്കാർ ചാർട്ടർ ചെയ്ത ആദ്യ ഫ്ലൈറ്റ് ഒമാനിലെ മസ്കറ്റിൽ നിന്ന് 24 മണിക്കൂർ വൈകി വ്യാഴാഴ്ച രാത്രി പറന്ന് വെള്ളിയാഴ്ച 12:53 സ്റ്റാൻസ്റ്റഡ് എയർപോർട്ടിൽ എത്തിയതായി റിപ്പോർട്ട്. ഒമാനിലെ മസ്കറ്റിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് 24 മണിക്കൂറിലേറെ വൈകിയാണ് തിരിച്ചെത്തിയത്. US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാൻ നടത്തിയ തിരിച്ചടി കാരണം മേഖലയിൽ ആയിരക്കണക്കിന് ബ്രിട്ടീഷ് പൗരന്മാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഏകദേശം 1.4 ലക്ഷം ബ്രിട്ടീഷ് പൗരന്മാർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പറയുന്നതനുസരിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്ന് മാത്രം 4,000-ലധികം പേർ വാണിജ്യ വിമാനങ്ങളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. കൂടുതൽ ചാർട്ടർ വിമാനങ്ങൾ വരും ദിവസങ്ങളിൽ ഏർപ്പാട് ചെയ്യുമെന്നും സർക്കാർ അറിയിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെല്ലുവിളി കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഏറ്റവും വലുതാണെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രതിപക്ഷമായ ലേബർ പാർട്ടി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നടപടികളെ വിമർശിച്ചു. പ്രാദേശിക പ്രശ്നങ്ങളുടെ അസ്ഥിരതയും ഒഴിപ്പിക്കലിന്റെ സങ്കീർണതയും കാരണം ഫ്രാൻസിനു വേണ്ടി അയച്ച വിമാനത്തിനു പോലും ദുബായിൽ നിന്ന് തിരികെ പോകേണ്ടി വന്നിരുന്നു. സൗത്ത് ഈസ്റ്റ് വാട്ടറിന് 22 ബില്യൺ പൗണ്ട് പിഴ ചുമത്താൻ ഓഫ് വാട്ടർ. ബ്രിട്ടനിലെ കെന്റ്, സസെക്സ് പ്രദേശങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ബാധിച്ച ജലവിതരണ തടസ്സങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗത്ത് ഈസ്റ്റ് വാട്ടർ കമ്പനിക്ക് 22 മില്യൺ പൗണ്ട് പിഴ ചുമത്താൻ നിയന്ത്രണ ഏജൻസിയായ ഓഫ് വാട്ട് നിർദ്ദേശിച്ചു. 2020 മുതൽ 2023 വരെ സംഭവിച്ച നിരവധി വിതരണ പ്രശ്നങ്ങളാണ് ഈ നടപടിക്ക് കാരണം. ഈ കാലയളവിൽ ഏകദേശം 2.86 ലക്ഷം ആളുകൾക്ക് കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുകൾ നേരിട്ടതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കമ്പനി ആവശ്യമായ മുൻകരുതലുകൾ, പദ്ധതികൾ തയ്യാറാക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിപാലനത്തിലും വീഴ്ച വരുത്തിയതായി ഓഫ് വാട്ട് കണ്ടെത്തി.
ആവശ്യകത വർദ്ധിച്ചതും കാലാവസ്ഥ പ്രതികൂലമായതും വിതരണ സംവിധാനം തകരാറിലാകാൻ കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. പ്രശ്നങ്ങളുണ്ടായപ്പോൾ കമ്പനിയുടെ പ്രതികരണം മന്ദഗതിയിലായിരുന്നുവെന്നും ആവശ്യത്തിന് കുടിവെള്ള ബോട്ടിലുകളും ടാങ്കറുകളും ലഭ്യമാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ നവംബർ മുതൽ ജനുവരി വരെയുണ്ടായ പുതിയ വിതരണ പ്രശ്നങ്ങളിലും കമ്പനി അന്വേഷണം നേരിടുകയാണ്. ചാരവൃത്തി ആരോപിതനായ ഭർത്താവ് അറസ്റ്റിൽ. ലേബർ MP ജോൺ റീഡ് പാർട്ടിയിൽ നിന്ന് താൽക്കാലികമായി പുറത്ത്. ചൈനയ്ക്ക് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച ഭർത്താവ് ഡേവിഡ് ടെയ്ലർ അറസ്റ്റിലായതിനെ തുടർന്ന് ലേബർ പാർട്ടി MP ജോണി റീഡ് പാർട്ടി വിപ്പിൽ നിന്ന് താൽക്കാലികമായി മാറി. ഈ വിഷയത്തിൽ പാർട്ടി നടത്തുന്ന ആഭ്യന്തര അന്വേഷണങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ MP എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. ഡേവിഡ് ടെയ്ലർ മറ്റ് 2 പുരുഷന്മാരോടൊപ്പം ബുധനാഴ്ച നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം അറസ്റ്റിലായിരുന്നു. ഇവരെ പിന്നീട് മെയ് മാസം വരെ ജാമ്യത്തിൽ വിട്ടയച്ചു. തനിക്കെതിരെ യാതൊരു അന്വേഷണവും നടക്കുന്നില്ലെന്നും നിരപരാധിയാണെന്നും റീഡ് വ്യക്തമാക്കി. തൻ്റെ കുടുംബത്തെ ബാധിച്ച ഈ സാഹചര്യങ്ങൾ സർക്കാരിന് ഒരു വിഷയമാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭർത്താവിൻ്റെ ബിസിനസ് പ്രവർത്തനങ്ങളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും തൻ്റെ കുട്ടികൾക്ക് സ്വകാര്യതയും അനുകമ്പയും അർഹിക്കുന്നുണ്ടെന്നും അവർ പറഞ്ഞു. വീട്ടിൽ റെയ്ഡ് നടത്തിയ പോലീസ് മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളുള്ള ഉപകരണങ്ങളും യാത്രാരേഖകളും പിടിച്ചെടുത്തതായി റിപ്പോർട്ടുണ്ട്. സ്വകാര്യ ദന്ത ചികിത്സാ വിപണിയിൽ UK സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. ചെലവ് വർധനവ് ആശങ്കയാകുന്നു. സ്വകാര്യ ഡെന്റൽ ചികിത്സാ വിപണിയിൽ UKയുടെ മത്സര വിപണന അതോറിറ്റി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനിടെ സ്വകാര്യ ഡെന്റൽ ചികിത്സയുടെ ചെലവ് 23% വർദ്ധിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. ഏകദേശം £8.4 ബില്യൺ മൂല്യമുള്ള ഈ വിപണി ഉപഭോക്താക്കൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയാണ് CMAയുടെ ലക്ഷ്യം. ഏകദേശം 20% ബ്രിട്ടീഷുകാർ ഇപ്പോൾ NHS ചികിത്സ ലഭ്യമല്ലാത്തതിനാൽ സ്വകാര്യ ചികിത്സ തേടുന്നുണ്ട്. 2022നും 2024നും ഇടയിൽ ആദ്യ കൺസൾട്ടേഷന് £80 സാധാരണ പരിശോധനകൾക്ക് £55 ചെലവ് വർദ്ധിച്ചു. NHSൽ ചികിത്സ ലഭിക്കാത്തതും സ്വകാര്യ ചികിത്സയുടെ വർദ്ധിച്ചുവരുന്ന ചെലവും കാരണം പലർക്കും ഇത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. സ്വകാര്യ ചികിത്സാ രംഗത്തെ സുതാര്യമില്ലായ്മ, മറഞ്ഞിരിക്കുന്ന ചെലവുകൾ, അമിതമായ ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ അന്വേഷണം മെച്ചപ്പെട്ട സേവനങ്ങളിലേക്കും ഉപഭോക്താക്കൾക്ക് പ്രയോജനകരമായ മാറ്റങ്ങളിലേക്കും നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഭയം നിഷേധിക്കപ്പെട്ട കുട്ടികളുള്ള കുടുംബങ്ങളെ നാടുകടത്തും. പുതിയ നിയമവുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. UK-യിൽ അഭയാപേക്ഷ നിഷേധിക്കപ്പെട്ട കുട്ടികളുള്ള കുടുംബങ്ങളെ നാടുകടത്തുന്നതിനുള്ള പുതിയ പദ്ധതികളുമായി ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. ഈ നീക്കം മനുഷ്യത്വപരമായി നടപ്പാക്കുമെന്ന് അവർ ഉറപ്പു നൽകി. നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത് അനിവാര്യമാണെന്നും അല്ലെങ്കിൽ നികുതിദായകർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുമെന്നും അവർ വ്യക്തമാക്കി. ഒരു അഭയാർത്ഥി കുടുംബത്തെ UK-യിൽ താമസിപ്പിക്കാൻ വർഷം തോറും ലക്ഷക്കണക്കിന് പൗണ്ട് ചിലവാകുന്നുണ്ട്. ഡെൻമാർക്കിൽ സമാനമായ ഒരു മാതൃക വിജയകരമായി നടപ്പിലാക്കിയതായും ഇത് ചെലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നും അവർ പറഞ്ഞു. ചാനൽ കടന്ന് നിയമവിരുദ്ധമായി വരുന്നവരെ ഇത് നിരുത്സാഹപ്പെടുത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു. കുട്ടികൾ ഉൾപ്പെടുന്നതിനാൽ ഇത്തരം നടപടികൾ പൂർണ്ണമായും മനുഷ്യത്വപരമായിരിക്കുമെന്ന് അവർ ഉറപ്പു നൽകി. നാടുകടത്തൽ സംബന്ധിച്ച് നിയമപരമായ നടപടികൾ വേഗത്തിലാക്കുമെന്നും ഇതിനായി നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നും അവർ സൂചിപ്പിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് സർക്കാർ നൽകുന്ന താമസ സൗകര്യങ്ങളും സാമ്പത്തിക സഹായവും ഇനി ലഭിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. മിഡിൽ ഈസ്റ്റ് സംഘർഷം. വിമാന ടിക്കറ്റ് വിലകൾ 4 മടങ്ങ് വർദ്ധിച്ചു. ആയിരക്കണക്കിന് യാത്രക്കാർ വലയുന്നു. മധ്യേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് റദ്ദായ വിമാനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിനിടയിൽ വിമാനക്കൂലി കുതിച്ചുയരുന്നതായി റിപ്പോർട്ട്. ചില വിമാനക്കൂലികൾ 4 മടങ്ങ് വരെ വർദ്ധിച്ചിരിക്കുന്നു. സംഘർഷത്തെ തുടർന്ന് വ്യോമ അതിർത്തികൾ അടച്ചതും യാത്രാ നിയന്ത്രണങ്ങളും കാരണം ആയിരക്കണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി. ദുബായിൽ നിന്ന് ലണ്ടനിലേക്കുള്ള സാധാരണ £376 നിരക്കിലുള്ള വിമാനക്കൂലി ഇപ്പോൾ £1825 വരെയായി ഉയർന്നു. അബുദാബിയിൽ നിന്ന് മാഞ്ചസ്റ്ററിലേക്കുള്ള ടിക്കറ്റ് നിരക്ക് £280 നിന്ന് £856.61 ഒമാനിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനക്കൂലി £215 നിന്ന് £2000 യാത്രാ പ്രതിസന്ധി കാരണം പലർക്കും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചു പോലും ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നു. വിമാനയാത്രാ രംഗത്തെ വിദഗ്ധർ പറയുന്നത് യാത്രാശേഷി കുറഞ്ഞതാണ് വില വർധനവിന് കാരണമെന്നാണ്. എമിറേറ്റ്സ്, ഖത്തർ എയർവേസ് പോലുള്ള വലിയ വിമാന കമ്പനികൾക്ക് പഴയ ശേഷിയിൽ സർവീസ് നടത്താൻ കഴിയുന്നില്ല. ഇത് യൂറോപ്പിലേക്കും മറ്റ് യാത്രാ കേന്ദ്രങ്ങളിലേക്കുമുള്ള വിമാനക്കൂലിയിലും ഹോട്ടൽ നിരക്കുകളിലും വർധനവിന് കാരണമായിട്ടുണ്ട്.
മോറിസൺസ് ചെലവ് കുറയ്ക്കാൻ 100 ജീവനക്കാരെ കൂടി പിരിച്ചുവിട്ടേക്കും. UK പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ മോറിസൺസ് ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി 100ഓളം ഓഫീസ് ജീവനക്കാരെ പിരിച്ചുവിടാനൊരുങ്ങുന്നു. സ്വകാര്യ സ്റ്റോറുകൾക്കും സൂപ്പർ മാർക്കറ്റുകൾക്കുമായി ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള 2 വിഭാഗങ്ങളെ ലയിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ഈ ലയനത്തിലൂടെ പ്രവർത്തനങ്ങൾ ആവർത്തനം ഒഴിവാക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. മോറിസൺസ് ഇതിനകം തന്നെ കഫേകൾ, ഇൻസ്റ്റോർ ഇറച്ചി, മത്സ്യ കൗണ്ടറുകൾ, ചെറിയ സ്റ്റോറുകൾ എന്നിവ നിർത്തലാക്കുകയും 365 ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. നവംബറിൽ 1700 പേപ്പർമാരെ ഉൾക്കൊള്ളുന്ന ന്യൂസ് പേപ്പർ വിതരണ വിഭാഗം വിറ്റഴിക്കുകയും ചെയ്തു. പുതിയ നികുതികൾ കാരണം ചെലവ് കൂട്ടേണ്ടി വന്നുവെന്നും 214 മില്യൺ പൗണ്ട് ലാഭിക്കാനാണ് ഈ നീക്കങ്ങളെന്നും ചീഫ് എക്സിക്യൂട്ടീവ് റാമി ബൈറ്റി പറഞ്ഞു. കമ്പനി 96,000 ജീവനക്കാരെയാണ് നിലവിൽ നിയമിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ലാഭകരമല്ലാത്ത പല ഫാർമസികളും വിൽപ്പനയ്ക്ക് വെച്ചതായും റിപ്പോർട്ടുണ്ട്. കഴിഞ്ഞ വർഷം മോറിസൺസിന് 381 മില്യൺ പൗണ്ട് നഷ്ടം സംഭവിച്ചിരുന്നു. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും മലയാളം UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.